എല്ലാവർക്കും നമസ്കാരം. ട്രിക്സിൻ്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ട്രിക്സ് ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്തിയ വിഷയം ഗോപിനാഥ് മുതുകാട് സാറുമായി ബന്ധപ്പെട്ടതാണ്. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട പ്രകാരമാണ് നമ്മൾ അത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് വന്നത്. വീഡിയോ അവതരിപ്പിച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ട്രിക്സ് ചാനലിനെതിരെ വെല്ലുവിളികൾ വന്നു. ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തു. അപ്പോൾ വെല്ലുവിളിച്ച ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി വീണ്ടും പറയാൻ തുടങ്ങി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോ പൂർണ്ണമായും കണ്ടിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു സീരീസ് പോലെ ആ വിഷയം അവതരിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ എത്തിയതിന് കാരണം ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് വരുന്ന എപ്പിസോഡുകളിൽ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. സീരീസ് നമ്മൾ അവസാനിപ്പിച്ചിട്ടുള്ളൂ. ആ വിഷയം നമ്മൾ പറയില്ല, അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് നിങ്ങളെ അറിയിക്കില്ല എന്നൊന്നും അർത്ഥമില്ല. തീർച്ചയായിട്ടും നമ്മൾ മുമ്പോട്ടുള്ള യാത്രയിൽ അതിൻ്റെ കൃത്യമായ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിച്ച് മുമ്പോട്ട് പോകുന്നതായിരിക്കും. ഈ കഴിഞ്ഞ 2-3 ദിവസമായി വാട്സപ്പ് വഴി വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വീഡിയോയും അതോടൊപ്പമുള്ള ഒരു റൈറ്റപ്പും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ട്രിക്സ് ചാനലിൽ നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോയുടെ ഉള്ളടക്കം കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം കുട്ടികൾ മരിച്ചു കിടക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് രക്തവും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള വിഷ്വലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബ്ലർ ചെയ്ത് കാണിക്കുന്നത്. എന്തായാലും അതോടൊപ്പമുള്ള റൈറ്റപ്പ് ഒന്ന് വായിക്കാം. ജാഗ്രത പാലിക്കുക. വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു തമിഴ്നാട് സംഘത്തെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവരുടെ പക്കൽ നിന്ന് ജീവനില്ലാത്ത 7 കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഉൾക്കാടിന്റെ ഉൾവനങ്ങളിൽ നിന്ന് മറ്റൊരു സംഘത്തെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. പോലീസ് അവിടെ എത്തുമ്പോൾ ജീവനോടെ കുഞ്ഞുങ്ങളെ കീറി കിഡ്നി, കണ്ണ്, ലിവർ, മറ്റ് അവയവങ്ങൾ ഓരോന്നായി ഭരണിയിൽ സൂക്ഷിക്കുകയായിരുന്നു. ഒരു ഭയാനകമായ കാഴ്ചയായിരുന്നു പോലീസിന് കാണാൻ കഴിഞ്ഞത്. ഈ കൃത്യം ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് മരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇത്രയും പൈശാചികമായ ഒരു ക്രൂരകൃത്യം ഇന്നുവരെ തമിഴ്നാട് പോലീസിന് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആയതിനാൽ എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുക. കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ എപ്പോഴും സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. ഇതാണ് ആ വീഡിയോയ്ക്കൊപ്പമുള്ള റൈറ്റപ്പ്. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ റൈറ്റപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് സത്യമാണോ എന്നുള്ളതാണ് ട്രിക്സ് ചാനലിൽ നിന്ന് അന്വേഷണം നടത്തുന്നത്. എന്താണ് ഇതിൻ്റെ വസ്തുത എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇന്റർനെറ്റിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ സെർച്ച് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീഡിയോയുടെ പൂർണ്ണരൂപം നമുക്ക് ലഭിക്കുകയുണ്ടായി. ആ വീഡിയോയിൽ തന്നെ കൃത്യമായി ഒരു ഡിസ്ക്ലെയിമർ അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, ഇതൊരു സ്ക്രിപ്റ്റഡ് വീഡിയോ ആണ്. അതായത് ഒരു ഷോർട്ട് ഫിലിം പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരു മെസ്സേജ്, അതായത് കുട്ടികളെ സൂക്ഷിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ആണതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോയിൽ ഡിസ്ക്ലെയിമറിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് മോർഫ് ചെയ്ത മറ്റു പല ഇമേജുകൾ, കുട്ടികളുടെ ഇമേജുകളൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി ഈ ഡിസ്ക്ലെയിമറോട് കൂടിയും ഇത് പ്രചരിക്കുന്നുണ്ട്. അപ്പോഴും ഈ ഡിസ്ക്ലെയിമറിൽ പറയുന്ന കാര്യം ആളുകൾ ശ്രദ്ധിക്കാതെയാണ് ഇത് ഷെയർ ചെയ്ത് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രചരിക്കുന്ന വീഡിയോകളിൽ ചില വീഡിയോകൾ ആരംഭിക്കുമ്പോൾ തന്നെ കുറച്ച് കുട്ടികൾ മരിച്ചു കിടക്കുന്ന വീഡിയോ കാണിക്കുന്നുണ്ട്. അതിൽ കുട്ടികളുടെ ശരീരത്തിൽ വളരെ നല്ല രീതിയിലുള്ള മുറിവേറ്റ പാടുകൾ, അതായത് ഒരു സർജറി ചെയ്ത രീതിയിൽ ഈ ഒരു ഇത്രയും ഭാഗം ഇങ്ങനെ കീറി മുറിച്ച ഒരു പാടും അതിനകത്ത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വസ്തുത എന്താണെന്ന് അറിയാനും നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, അതായത് വെള്ളത്തിൽ മുങ്ങി മരിച്ച കുട്ടികളുടെ മൃതദേഹം എന്നുള്ള രീതിയിലാണ് പല വാർത്തകളും നമുക്ക് ഈ വിഷ്വലോട് കൂടി അല്ലെങ്കിൽ ഈ ഇമേജോട് കൂടി നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതായത് വെള്ളത്തിൽ മുങ്ങി മരിച്ച കുട്ടികളാണത്. അപ്പോൾ ആ വിഷ്വൽസും ഒരു ഷോർട്ട് ഫിലിമിൻ്റെ വിഷ്വൽസും ഇതെല്ലാവരും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു റൈറ്റപ്പോട് കൂടി സമൂഹ മാധ്യമങ്ങൾ വഴി ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം കാണിക്കുന്ന വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്ന് പറയുന്ന കുട്ടികളുടെ ഇമേജ് ദുരുപയോഗം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ, എനിക്ക് തോന്നുന്നു 3-4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഇമേജ് വെച്ചിട്ട് ഇതേ രീതിയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയതാണ്, അവയവം കടത്താൻ എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് പലരും പ്രചരിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തു എന്ന് പറയുന്ന പോലീസ് മേധാവിയുടെ ആ ഒരു ബൈറ്റും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളും വാർത്തകളും ഒക്കെ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ വാട്സപ്പ് വഴി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ആ വീഡിയോയും അതോടൊപ്പമുള്ള റൈറ്റപ്പും വ്യാജമാണ്. പക്ഷേ എന്ന് കരുതി കുട്ടികളെ ശ്രദ്ധിക്കേണ്ട എന്നൊന്നും അർത്ഥമില്ല. കുട്ടികളെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. കുട്ടികളെ കെട്ടിയിട്ടിരിക്കുന്ന വിഷ്വൽസ് കാണിക്കുന്നുണ്ട്, ചാക്കിൽ കൊണ്ടുപോകുന്ന വിഷ്വൽ കാണിക്കുന്നുണ്ട്, മരിച്ചു കിടക്കുന്ന കുട്ടികൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വ്യാജമാണ്. പലതും സ്ക്രിപ്റ്റഡ് വീഡിയോ ആണ്. മറ്റുള്ളത് മുങ്ങി മരിച്ച കുട്ടികളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് മൃതശരീരം അടക്കം ചെയ്യുന്നതിന് വേണ്ടി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത ഒരു വിഷ്വലാണ് ആ കാണുന്നതും. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ട്രിക്സ് ചാനൽ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ നമ്മൾ ഓരോ വീഡിയോയും ഇത്തരത്തിലുള്ള വീഡിയോകൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പറയാറുള്ള കാര്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ, നമ്മൾ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം, ഫോളോ ചെയ്യാവുന്നതാണ്. സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.